അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നല്ലോ. നിങ്ങൾ ഇത് ചെറിയ കാര്യമല്ലല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു അന്വേഷണത്തിലേക്ക് എത്തിയത് സമരമാണല്ലോ. പിന്നീട് കൂത്തുപറമ്പ് സംഭവത്തിന് സമാനമാണിത്. കൂത്തുപറമ്പ് സംഭവം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു, ഇത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. തുടർന്ന് സ്വാഭാവികമായും അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്നു, രണ്ടിന്റെയും റിപ്പോർട്ട് വന്നു. കുറ്റക്കാരെല്ലാം അന്നത്തെ ഭരണത്തിന് നേതൃത്വം കൊടുത്തവരാണ് എന്നുള്ളതും വന്നു. തുടർന്ന് ജനങ്ങൾ ജനാധിപത്യ മാർഗത്തിലൂടെ ഈ പ്രശ്നങ്ങളടക്കം ജനവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചവർക്ക് അന്നത്തെ ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകി ഇടതുപക്ഷം അധികാരത്തിൽ വരികയും. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയെ പുറത്താക്കണം. മുഖ്യമന്ത്രിയെ പുറത്താക്കുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെ ജനങ്ങൾ തന്നെ നിർവഹിച്ചു കഴിഞ്ഞു. അതിൽ പിന്നെ എന്താ വേറൊന്ന് പറയണ്ടേ? ഇപ്പൊ അതിനകത്ത് ഈ ടി.പി. വധക്കേസിലുള്ള അന്വേഷണം ഉന്നതരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് CPM ഒത്തുതീർപ്പിന് തയ്യാറായതെന്നാണ്. അതുപോലത്തെ വിഡിത്ത വേറിയതുണ്ടോ? എന്തെങ്കിലും ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടി? യഥാർത്ഥത്തിൽ ഉന്നതങ്ങൾ എന്ന് പറയുന്നത് ആരാണെന്ന് പിണറായി വിജയനല്ല. പിണറായി വിജയനെതിരായി എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അന്ന് UDF ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ആ SLC ലാബിൽ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് ആ വാദത്തിനെ പ്രസക്തിയില്ല. ഇനി ഇപ്പോഴെടുക്കാം നിയമസഭയിൽ എന്തെല്ലാം അഭിപ്രായങ്ങളാണ്. ആ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ബലിയാടൻ, അദ്ദേഹത്തെ കൊണ്ട് ജയിച്ചത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനെതിരായിട്ട് ഇതുപോലെയുള്ളത് ഇനിയും വരും. അതുകൊണ്ട് ഒത്തുതീർപ്പിന്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ല. അതിലൊരു സംശയം വരുന്നത്, ഈ നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചാണ്, ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് സർക്കാർ പറഞ്ഞതാണ്. എന്നിട്ടും പക്ഷേ സമരവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയി, CPM മുന്നോട്ട് പോയി. പിന്നെ അതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചപ്പോൾ സമരം അവസാനിപ്പിച്ചു എന്നുള്ളത്. സമരഘട്ടത്തിലൊന്നും പറഞ്ഞിട്ടില്ല. ഉത്തരവിന്റെ കണ്ണസയില്ല. അതായത് 94 സാഹചര്യം നോക്കിയാൽ കൂത്തുപറമ്പ് കുടിയൊഴുക്കും അതിന് സമാനമാണ് സോളാർ അഴിമതി കേസ്. സമാനമാണ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അന്നും സോളാർ അഴിമതി കേസിന്റെ കാര്യത്തിൽ ഉണ്ടായതും സമാനതകൾ ഉള്ളതാണ്. അത് രണ്ടിലും ഗവൺമെന്റ് ഒരു തീരുമാനം വന്നു. തീരുമാനം വന്നപ്പോൾ സ്വാഭാവികമായും അത് സമരം അവസാനിച്ചു. സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലുള്ള ഈ ക്യാമ്പയിൻ, ഈ മർദ്ദക ഗവൺമെന്റിനെതിരായി, ഈ അഴിമതി ഗവൺമെന്റിനെതിരായുള്ള ക്യാമ്പയിൻ തുടരും. അത് തുടർന്നതാണ് ജനാധിപത്യ മാർഗത്തിലൂടെ ബാലറ്റിലൂടെ ആ ഗവൺമെന്റിനെ പുറത്താക്കാൻ. അതൊന്നും നടത്താമെന്ന് പറഞ്ഞു. നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പ്രതിരോധത്തിലായിരുന്നു അവർ. ഒരാളും അവരുടെ കൂടെയുള്ള ഘടകകക്ഷികൾ പോലും ന്യായീകരിക്കാനുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അതിന്മേലുള്ള തുടർ നടപടികൾ വരുന്നത് അന്ന് ഉയർന്നു വന്ന ജനരോഷത്തെ തുടർന്നാണ്. യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് കുടിവെപ്പിനെതിരായിട്ടുള്ള സമരം അന്ന് ആരംഭിക്കുന്നത്. ഞങ്ങളൊക്കെ അന്ന് ആശുപത്രിയിലായിരുന്നു പരിക്കേറ്റു. അപ്പൊ അന്ന് ആരംഭിക്കുന്നുണ്ട് സമരം. പുറത്ത് മാത്യു കുഴൽനാടൻ ആദ്യം പറഞ്ഞ എന്താ, ഇത് ദളിതത്തിലേക്ക് മാപ്പ് പറയും. അദ്ദേഹത്തോട് മാപ്പ് പറയാനേ പാടില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം. ആ കോൺഗ്രസിന്റെ പെരിയാടാണ് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ. കോൺഗ്രസ് നേതൃത്വം ഉന്നതതല ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇതുപോലെയുള്ള കള്ള കേസുകൾ കോടതിയിൽ സമർപ്പിക്കാൻ ചെതേരി എന്ന് നിയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിധി വന്നാൽ എന്താ വിധി? രാഷ്ട്രീയ പ്രേരിതമാണ് മാസപ്പടി കേസ്. ആ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസ് പൂർണ്ണമായി കോടതി എടുത്തു കളയപ്പെടും. അതിന്മേൽ കോൺഗ്രസ് ഒരു ക്ഷമാപണയെങ്കിലും നടത്തണം.